നന്ദി. പിതാവേ, മഹത്വം. പിതാവേ, ആരാധന. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തോ ഹൃദയം പകരം എന്തോ ഹൃദയം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടിയിൽ ആഘോഷിക്കുന്നത് മറിയത്തിൻ്റെ ക്രൈസ്താനുഭവമാണ്. മറിയത്തിൻ്റെ ക്രൈസ്താനുഭവം. കാരണം ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് മറിയത്തെ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു ഉച്ചയും ഉറവയുമായിട്ട് നമ്മൾ കാണാൻ കാരണം? മറിയത്തിൽ നിന്നാണ് ക്രിസ്താനുഭവം നമുക്ക് സാധാരണ മനുഷ്യന്, ഞാൻ അക്കാഡമിക് ആയിട്ടുള്ള ലെവലിലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ലെവലിലോ അല്ല അത് വേറെ ഒരു ന്യൂനപക്ഷമാണ് സഭയിലുള്ളത്. സഭയിലുള്ള കോമൺ പീപ്പിൾ 99% അവരെ സംബന്ധിച്ചിടത്തോളം മറിയമാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും നമുക്ക് ലഭ്യമായ സാധ്യതയുടെ സാക്ഷാത്കാരം. ക്രിസ്തുവിൻ്റെ സാധ്യതകളെ ഏറ്റവും അടുത്തറിഞ്ഞത് ആരാണ്? മറിയമാണ്. ക്രിസ്തുവിൻ്റെ നമ്മൾ ഉടമ്പടിയിലൂടെ ചിന്തിക്കുന്നത് എന്താണ്? മറിയം അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സാധ്യതകളെ നമ്മുടെ അനുദിന സങ്കടങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ അന്വേഷിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മനുഷ്യനുവേ ക്രൂശിത്തെ മാറി പാപിയോരെ പിഴഞ്ഞവരെ ദൈവസഭ സ്നേഹമാണെന്ന ലോകസമക്ഷം തെളിയിച്ചു. എൻ്റെ ദൈവം ഏകജാതനെ മറിയം വചനത്തിൻ്റെ ഒരു ഉപാസകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി പുരോഗമിക്കാനും ഉടമ്പടി വളരാനും നല്ലത് മറിയത്തിനെ മാതൃകയാക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ടോക്കിൽ ഈ ദിവസങ്ങളിൽ മാതാവിൻ്റെ ആധ്യാത്മികത പലപ്പോഴും ഉടമ്പടി കയറി വരുന്നില്ല. അപ്പോൾ ഞാനത് ദിവസങ്ങളിൽ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. കാര്യം പണ്ട് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതൊരു മരിയൻ ധ്യാനമായിരുന്നു ശരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് അതിൻ്റെ പുതിയ വെളിപ്പാടുകൾ. അവർക്കൊരു മറിയത്തെക്കുറിച്ച് ഓൾമോസ്റ്റ് ഓൾ റെവലേഷൻസ് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, മേരി മദർ ഓഫ് ഗോഡ്, മറിയത്തിൻ്റെ സുവിശേഷം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു വലിയ ബുക്ക് തന്നെ ഉണ്ട്, ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അതെല്ലാം ഈ മരിയൻ വെളിപാടുകളാണ്.
അത് ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ക്രിസ്തുവിൻ്റെ ശക്തി ടാപ്പ് ചെയ്യണത് ഉടമ്പടിയിലൂടെ. കാര്യം ക്രിസ്തുവിനെ അറിയാനും. ഇപ്പം തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഈ ദിവസങ്ങളിൽ ഈശോ കുർബാനയെ ബലിപീഠത്തിൽ പറഞ്ഞ കാര്യമാണ്. ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് റെവലേഷൻ എന്താണ്? വലിയ ഒരു റെവലേഷൻ അല്ല, ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ടോപ്പ് റെവലേഷൻ, വലിയ വെളിപാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? യാക്കോബിൻ്റെ ഭവനത്തിൽ, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്നാണ് അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അനുഭവം എന്താണ്? അവൻ അവൻ വലിയവനായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 1:32-33. ലൂക്കാസ് 1:32-33. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. മറിയത്തിന്റെ ക്രിസ്തു അനുഭവങ്ങളില് കാതല് ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പമാണ്. മറിയമാണത് ആദ്യം അനുഭവിച്ചത്. മറിയത്തിനെ വയറ്റിലിട്ട് വളർത്തി, വീട്ടിൽ നിർത്തി വളർത്തി ആളാണ് ക്രിസ്തു. മനുഷ്യപുത്രനെ ക്രിസ്തു വിശ്വാസപൂർവം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് വയറ്റിലിട്ട് വളർത്തി, പിന്നെ വീട്ടിൽ നിർത്തി വളർത്തിയ ആളാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അൾട്ടിമേറ്റ് നോളജ് റെവലേഷനിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം പിന്നെ മറിയത്തിൻ്റെ, അതുകൊണ്ട് മറിയം ഈ വലിയ ക്രിസ്തു താൻ വയറ്റിലിട്ട് വളർത്തിയിരിക്കുന്നയാൾ, പ്രസവിച്ച് വീട്ടിൽ വളർത്തിയിരിക്കുന്നയാൾ, അവനെക്കുറിച്ചുള്ള ദേവപിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പത്തെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മളെ അനുദിന വിഷമങ്ങളിൽ നിന്നൊരു മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ജപ്തി നടപടിയുണ്ട്. നമുക്ക് മാർച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. കുറേ അധികം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം സാക്ഷ്യം ഇനി വരാൻ പോണതല്ലേ ഉള്ളൂ. അതേസമയം തന്നെ എനിക്ക് സാമ്പത്തിക മേഖലകളിലെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാര്യം പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ട് മനുഷ്യനിങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴേ അവന് അതിൻ്റെ കൂടെ വേറെ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഗിഫ്റ്റ് പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അങ്ങനെ ലോകത്ത് ഒരിടത്തും ആവശ്യപ്പെടത്തില്ല. എന്നോട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്, നിങ്ങളെ കൃപാസനത്തിൽ വരാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജപ്തി നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അത് മനുഷ്യന്മാർ സാമ്പത്തിക സ്ഥാപനങ്ങളല്ലേ അത് പറഞ്ഞിരിക്കണത് അല്ലേ? അപ്പം ഇത് ഏറ്റവും വലിയ ജപ്തി മനുഷ്യരാശിയെ ജപ്തി ചെയ്തിരിക്കുന്ന സാത്താനാണ്. അവൻ്റെ ജപ്തിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയത് അവൻ്റെ വിശുദ്ധമായ രക്തമാണ്. അവൻ്റെ മുമ്പിലാണ് നമ്മൾ ചീള് കാര്യം കൊണ്ടുവരണത്. അതുകൊണ്ട് ആ പേപ്പർ മാതാവിനെ കാണിക്കാമെന്ന് പറയും. അതാണ് വിഷയം, എൻ്റെ വിഷയം. ആ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ വളരെ സീരിയസാണ്. നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട്, അത് ചൊല്ലും. എന്നിട്ട് നിങ്ങളുടെ വിഷയം അങ്ങോട്ട് ഏൽപ്പിക്കും. അത് നിങ്ങൾ ഓർക്കും ഇതൊക്കെ ഒരു ആൾക്കാർ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യണം. അല്ല, ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമല്ല, മറിയം ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് മറിയം ചെയ്തത്? എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് മറിയത്തിന് അറിയാം വലിയവനാണെന്ന്. എലിസബത്ത്, പരിശുദ്ധാത്മാവ് എലിസബത്തിനെ കാണാൻ വേണ്ടി അമ്മ തിടുക്കത്തിൽ ചെല്ലുമല്ല. അത് തിടുക്കത്തിൽ വായിച്ചത് ലൂക്കാ 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു.
അപ്പോൾ മറിയത്തിൻ്റെ ഒരു മൗലികമായ ഒരു ആക്ഷൻ മോഡാണിത്. എന്താണ്? ആള് തിടുക്കമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഉടനടി പരിഹാരം എന്നൊക്കെ ഞാൻ ആദ്യ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തിടുക്കം എനിക്കറിയാം, തിടുക്കത്തെക്കുറിച്ച്. സത്യസന്ധമായിട്ട് ഒരു വ്യക്തി ഉടമ്പടി ചെയ്തെങ്കിൽ അമ്മ ആ വിഷയത്തിൽ തിടുക്കം കാണിക്കുമെന്നറിയാം. അതുകൊണ്ട് ഉടമ്പടി ഉടനടിയല്ല, പിന്നെ ഇങ്ങനെ പരിഹാരമുണ്ട്. അതാണ് വിഷയം. അമ്മ ആ തിടുക്കം കാണിക്കുമെന്നറിയാം. അമ്മയ്ക്ക് അല്ലെങ്കിലും തിടുക്കമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ വരുമ്പോഴോ ഇപ്പം ഈ യേശു വലിയവനായിരിക്കും എന്നുള്ളത് അമ്മയ്ക്കറിയാം. പക്ഷേ ഈ വലിപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറിയൻ ആലോചനകൾ. മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നബാധിതമായ ഒരു മനുഷ്യൻ്റെ ഒപ്പം നടന്നും ഒപ്പം നിന്നും ചിന്തിക്കുന്ന ആളാണ് മറിയം. അങ്ങനെ ആരുമില്ല ബൈബിളിൽ അത്രയും കൃത്യമായിട്ട്. മനുഷ്യൻ്റെ അനുദിന പ്രശ്നങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ട്, അവൻ്റെ ഒപ്പം തലക്ക് തീ പിടിച്ചുകൊണ്ട്, അവൻ്റെ കൂടെ ഉപ്പുകുറ്റിക്ക് തീ പാറിക്കൊണ്ട് ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് മറിയം. അങ്ങനെ ഈ വലിയവനായിരിക്കുന്ന യേശുവിനെ എങ്ങനെ മനുഷ്യൻ്റെ അനുദിന വിഷയത്തിൻ്റെ അകത്ത് ഒരു പരിഹാരത്തിന് വേണ്ടി അതിനെ പ്രയോഗിക്കാൻ കഴിയും എന്ന് കാനായിൽ ഒരാകസ്മികമായിട്ട് ചിന്തിച്ച ആളല്ല. മറിയത്തിൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു എല്ലാ കാലങ്ങളിലും. എങ്ങനെ മറിയത്തോടല്ല പറഞ്ഞത്, ഇവൻ ഔസേപ്പിതാവിനോടല്ല പറഞ്ഞത്, അവൻ വലിയവനായിരിക്കുമെന്നാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവൻ വലിയവനായിരിക്കും. എന്തിനു വേണ്ടി അവൻ വലിയവനായിരിക്കും? അവൻ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രമാണോ? അല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പരിഹാരത്തിനും അവനും വലിയവനായിരിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞിരിക്കുന്നത്. കൈയടിച്ച് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും വലിയവനായ കർത്താവിന്റെ ശക്തി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, അതായത് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി മറിയം കാണിച്ച ഒരു തിടുക്കമുണ്ട്. ഈ തിടുക്കം തന്നെയാണ് അമ്മ വലിയവനായ ക്രിസ്തുവിനെ മനുഷ്യൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിലേക്ക് സത്ത തിരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരു പഴുത് നോക്കി നടന്നതുപോലെയാണ് കാനായിലെ കല്യാണം വന്നു ചേരുന്നത്. കാനായിലെ കല്യാണം വസ്തുത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സർക്കസ് സെൻസ് മാതാവ് ഇതേ ചിന്തയോടുകൂടി നടന്ന് ക്രിസ്തു വലിയവനാണെന്ന് അമ്മയ്ക്കറിയാം. ഈ വലിമ മനുഷ്യന് മനസ്സിലാകുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അതിൻ്റെ സാധ്യതയെ പ്രയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മനുഷ്യൻ അവൻ്റെ സങ്കടങ്ങളിൽ സമാശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹരൂപമായി
അനുഭവിക്കുന്ന ദൈവിക പദ്ധതി അമ്മയ്ക്ക് ഒരു ചെവിട്ടോർമ്മ പോലെ ചൊല്ലിക്കൊടുത്തതുപോലെ അമ്മ ഒരു പഴുതു നോക്കി നടക്കുകയായിരുന്നു. എപ്പോഴാണ് ഈ വലിയവനായ യേശുവിനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആക്കുക. അങ്ങനെ നടക്കുന്ന കാലത്താണ് കാനായിലെ കല്യാണം ഒരു പെട്ടെന്നിങ്ങനെ ഈ പാല് കടയുമ്പോൾ വെണ്ണ വന്ന പോലെ പൊന്തി വന്നത്, അവസരം പൊന്തി വന്നതാണ്. ആ അവസരം ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് വേറെ ആ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാണ്, അത് വലിയൊരു വിഷയമല്ല, ഒരു ചെറിയൊരു പഴുതാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി, വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രശ്നം തീരും. അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കുക, അല്ലെങ്കിൽ 3-4 വീട്ടിൽ പോയി പെട്ടെന്ന് അവിടെ ഉള്ള വീഞ്ഞ്, അവിടെയൊക്കെ വീഞ്ഞുള്ള സ്ഥലമാണ്, ഞാനും പോയതാ. അവിടുന്ന് കുറേ വീഞ്ഞ് അവിടുന്ന് പോയപ്പോൾ കൊണ്ടുവരികയും ചെയ്തു ഇവിടെ. കാര്യം അതെല്ലാം അതോട് അവരുടെ ബിസിനസ്സാണത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പഞ്ഞമൊന്നുമില്ല ഈ സംഭവം, അടുത്ത വീട്ടിൽ പോയ സംഭവം കിട്ടും. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അവിടെ. അല്ലെങ്കിൽ വിലക്ക് വാങ്ങാമല്ലോ, അപ്പോൾ ഈ 2 സംഭവം ചെയ്യാതെയാണ് അമ്മ ഈ വിഷയം യേശുവിൻ്റെ വലിയവനായ യേശുവിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമാകാനുള്ള സാധ്യത അമ്മ കണ്ടുപിടിച്ച ഒരു പോംവഴിയാണ്. നമ്മൾ അമ്മയെ വിളിക്കണത് എന്താണ്? ദിവ്യരഹസ്യങ്ങളുടെ എന്താ വിളിക്കണേ? റോസാപുഷ്പം. ഞങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ വീട്ടിൽ അമ്മ പറയണത് വ്രതപുഷ്പമേ എന്നൊക്കെ പറയും. എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ദിവ്യരഹസ്യങ്ങളുടെ വ്രതപുഷ്പമേ വെച്ചാൽ തമിഴാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥന പൊതുവേ ഒരു 100 കൊല്ലം മുമ്പ് ഒരു തമിഴായിരുന്നു. അപ്പം അതുകൊണ്ട് തമിഴിൻ്റെ പ്രാർത്ഥന പതുക്കെയാണ് ഇപ്പോൾ മലയാളത്തിലായത്. കാര്യം കേരളം തമിഴകം ആയിരുന്നല്ലോ. അപ്പം അതിനോട് ആ കാലങ്ങളിലെല്ലാം പഴയ വേദപാഠങ്ങളെല്ലാം തമിഴായിരുന്നു. അപ്പോൾ അത് ദൈവരഹസ്യങ്ങളുടെ വ്രതപുഷ്പം. ഞാൻ സെമിനാരിൽ ചെന്നപ്പോൾ പഠിച്ചത് ഈ വ്രതപുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സെമിനാരിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് റോസ് ശരിയാണ്. അപ്പോൾ അവിടെ പറഞ്ഞാൽ എന്താണ്? മിസ്റ്റിക്കൽ റോസ്, പ്രേ ഫോർ അസ് എന്നുവെച്ചാൽ ദിവ്യരഹസ്യങ്ങളെ ഒരു തേൻ പോലെ ഒരു പനിനീർ പൂവിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് അമ്മ. അമ്മ ഒരു പനിനീർ പൂവാണ്. ആ പനിനീർ പൂവിൽ ദിവ്യരഹസ്യങ്ങളുണ്ട്. തേന് പോലെ ഇരിക്കണ പൂവിൽ എങ്ങനെയാണ് തേനിരിക്കുന്നത് അതുപോലെ പരിശുദ്ധ മറിയമാവുന്ന സ്വർഗീയ പുഷ്പത്തിൽ തേനുണ്ട്. എന്തിൻ്റെയാണ്? ദിവ്യരഹസ്യങ്ങൾ. ദിവ്യരഹസ്യം എന്താണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ആർക്കാണ് പകർന്നു കിട്ടിയിരിക്കുന്നത്? മറിയത്തിനാണ്. എന്താണ്? അവൻ വലിയവനായിരിക്കും. അതാണ് രഹസ്യമാണത്. അത് രഹസ്യമാണ്. ഈ രഹസ്യം അതാണ് അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യമാണ് അമ്മ കാനായിലെ അത് പരസ്യമാക്കുന്നത്. ഈ രഹസ്യമില്ലേ, അതായത് ഇവൻ വലിയവനായിരിക്കും എന്നുള്ള ദിവ്യരഹസ്യം, അതാണ് ദിവ്യരഹസ്യങ്ങളുടെ പനിനീർ പുഷ്പമേ. അപ്പം ഈ രഹസ്യത്തെയാണ് അമ്മ അവൻ വലിയവനായിരിക്കും. ഈ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ അമ്മ ബലഹീനനായ മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും അതിജീവനത്തിനുമായിട്ട് അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി, ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, മനുഷ്യൻ്റെ എല്ലാ സർവ്വതോന്മുഖമായ വീണ്ടെടുപ്പുകൾ നിലവിൽ വരുത്താൻ വേണ്ടി അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വളരെ അത്രയ്ക്ക് വലിയ ആഡംബരമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും കിട്ടിയ പഴുത് അമ്മ തിടുക്കത്തിൽ ഉപയോഗിക്കുകയാണ്. അവിടെയും തിടുക്കമാണ്, പെട്ടെന്നല്ല ഈ സംഭവം നടക്കുന്നത്. അവർ അടുത്ത വീട്ടിൽ പോയി വാടകയ്ക്ക് വീഞ്ഞും കാവിക്കൊണ്ട് വരണമെങ്കിൽ തന്നെ ഇവിടെ കാര്യം സാധിച്ചു. അതാണ് അവിടെ ഒരു തിടുക്കം കാണിക്കുന്നുണ്ട്. അതായത് അടുത്ത വീട്ടിൽ പോയി ആ വീട്ടുകാർ വീഞ്ഞ് തീരാൻ പോണെന്ന് കണ്ടപ്പോൾ തന്നെ ഇത് അമ്മയ്ക്കറിയാം, ഇത് ഇവർ വീഞ്ഞ് തീരാൻ പോണ എങ്ങനെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത കാരണം അവർ വേറെ മാർഗങ്ങൾ ഉപയോഗിക്കുമെന്നറിയാം. അതാണ് വിഷയം. അവിടെ ക്രിസ്തുവിനെ അറിയാത്ത വീടാണത്.
ക്രിസ്തുവിനെ അറിയാത്ത വീട്ടിലെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരറിഞ്ഞു കഴിയുമ്പോൾ, വിവാഹത്തിൻ്റെ ശോഷണം അറിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ വേറെ ക്രിസ്തുവിനെ ഇതരമായിട്ടുള്ള വേറെ മാർഗങ്ങൾ, വായ്പ വാങ്ങിക്കുക, വിലക്ക് വാങ്ങിക്കുക എന്ന് അറിയാം, അവർ ചെയ്യുമെന്നറിയാം. അതിന് മുമ്പ് തന്നെ ഒരു തിടുക്കം കാണിക്കും. ഇവിടെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി അതേ തിടുക്കം തന്നെ. ദൈവത്തിലെ ഓർക്കുക, നിൻ്റെ വിഷയത്തിനും നീ ഒരു ബൗദ്ധികമായ പരിഹാരം നീ കണ്ടെത്താൻ ഉള്ള സാവകാശത്തിന് മുമ്പേ മറിയം കാണിക്ക തിടുക്കത്തിന്റെ പേരാണ് ഉടമ്പടി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. വലിയ വെളിപാടിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ദേവപിതാവേ നന്ദി, ദേവപിതാവേ മഹത്വം, ദേവപിതാവേ ആരാധന. ജീവിതം അവർ പറയുന്നത് ജീവിതം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, മറിയം ഇപ്പം കാനായിലൊക്കെ വലിയ വിവാഹ വിരുന്നിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമുണ്ട്. എന്താണ്? മറിയം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കൊപ്പമാണ്. മറിയം ക്രിസ്തുവിനൊപ്പമാണ്. അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ ആ വലിമ എന്തു ചെയ്യും? നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാധ്യത, അതിനുള്ള പഴുത് ഓരോ നിമിഷവും അന്വേഷിക്കുന്ന ആളാണ്. അതിനുള്ള തിടുക്കം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അമ്മ എന്താ പറഞ്ഞത്, അവൻ പറയണത് പോലെ ചെയ്യുക. ആ തിടുക്കം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പിടികിട്ടിയ ഉടമ്പടി എപ്പോഴും കത്തണത് ഇങ്ങനെയാണ്. മറിയമ്മത്തിന് ഒരു തിടുക്കമുണ്ട്. മനുഷ്യൻ ബൗദ്ധികമായ മാനുഷികമായ മാർഗങ്ങൾ അന്വേഷിക്കുന്ന മുമ്പേ യേശുക്രിസ്തുവിനെ ആ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുക എന്നുള്ള മറിയത്തിൻ്റെ സ്വാഭാവികമായ മാതൃകയ്ക്ക് മറിയത്തിന് ഇച്ഛാശക്തിയുണ്ട്. പക്ഷെ അത് നടപ്പിൽ വരുത്തുന്നതിന് നമ്മളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെയുള്ള ഒരു തിടുക്കം ഉണ്ടാകണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ പ്രശ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളൊരു തിടുക്കം നമുക്ക് തിടുക്കം ഉണ്ടാക്കാൻ പറ്റും. രണ്ട് തരത്തിലാണ് തിടുക്കം വരുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു തിടുക്കം ഉണ്ടാക്കാൻ പറ്റും. എന്താണ് കാരണം? നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോണ കക്ഷികളാണ്. അവിടെ ഇൻടേക്കിൻ്റെ അകത്ത് അവർക്ക് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി പറ്റാൻ വേണ്ടി ഒരു തിടുക്കമുണ്ട്, ഇല്ലേ? തിടുക്കം. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് തിടുക്കം ഉണ്ടാക്കണത് എന്താണ്? സെപ്റ്റംബറിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഫെബ്രുവരിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന തിടുക്കമാണ്. ഞാൻ എന്താ ചെയ്യണം? എപ്പോഴും നിങ്ങളുടെ ഈ മെറ്റീരിയലായിട്ടുള്ള തിടുക്കത്തെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ദൈവസ്നേഹം ഇൻഡക്റ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഇതിലേക്ക് ദൈവസ്നേഹം തരും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ ഇൻടേക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ തിടുക്കം പോവും. അശംപ്രദം മനസ്സിലായില്ലേ? എൻ്റെ ടെക്നിക്കൽ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ജപ്തി നടപടി മാർച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തിടുക്കമില്ല. ഈ മാനുഷിക തിടുക്കം, മെറ്റീരിയലായിട്ടുള്ള തിടുക്കത്തിൻ്റെ കുഴപ്പം അത് കണ്ടീഷണലാണ്. അതൊരു വിഷയമായിട്ടും ഒരു സീസണലായിട്ടുള്ള തിടുക്കമാണ്. നിങ്ങളുടെ ഇൻടേക്ക് കഴിഞ്ഞു, സെപ്റ്റംബറിൽ കിട്ടിയില്ല, അതിന് കുഴപ്പമില്ല, ഇപ്പോൾ ഫെബ്രുവരി അല്ലേ, അതിനനുസരിച്ച് പോയി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ തിടുക്കം പോയി. പക്ഷേ ആ തിടുക്കമല്ല നമുക്ക് വേണ്ടത്.
ഒരു വിഷയബന്ധിതയായ തിടുക്കമാണ് നിങ്ങൾക്കുള്ളത്. മറിച്ച് എനിക്കറിയാം നിങ്ങളുടെ തിടുക്കം മെറ്റീരിയലാണെന്നറിയാം. നിങ്ങൾ ആ വിഷയം ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിടുക്കം കുറയും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ തിടുക്കം കൂട്ടുകയും തിടുക്കം കുറയ്ക്കുകയും ചെയ്യുന്നത് ആരോടാണ്? ദൈവത്തോടല്ലേ. അതാണൊരു കുഴപ്പം. ഇതിൽ വരുന്നൊരു അപകടം അതാണ്. നിങ്ങളിപ്പോൾ ജപ്തി മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തിടുക്കം കാണിക്കുന്നത്. ജപ്തി മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ആ പഴയതുപോലെയുള്ള ഫെർവൻസ് ഇല്ല. എന്താ കാര്യം? നിങ്ങളുടെ തിടുക്കമെല്ലാം ഒരു വിഷയത്തെ ബന്ധിതമായിട്ട് വെച്ചിരുന്നതാണ്. അപ്പം ഞാനെന്താ ചെയ്യണത്? ഞാൻ പലപ്പോഴും ചെയ്യണത് നിങ്ങളുടെ തിടുക്കം വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് വ്യക്തിയിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും. വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഒന്ന് ക്രിസ്തുവിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും. എന്നിട്ട് നിങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയും. എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹത്താൽ കൊടുക്കാൻ പറയും. അല്ലാതെ നിങ്ങളെ ഇൻറ്റൻഷൻ വെച്ചിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തെ അല്ല നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യവും, പത്രം കൊടുത്താലും വെയിൽ കൊണ്ടാലും അതിനുവേണ്ടി മഴ കൊണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാഴ്ചവെക്കാൻ പറയും. എന്തിനറിയാവോ? എനിക്ക് നിങ്ങളുടെ തിടുക്കത്തെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് ബന്ധപ്പെടുത്തി നിർത്തിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് അതങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കും. മറ്റത് വിഷയബന്ധിയാണ്, സീസണബിളാണ്. നിന്റെ ജപ്തി നടപടി മാറുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും നിങ്ങളുടെ തിടുക്കം കുറയും. അപ്പോഴേ അങ്ങനെ ഒരു റിലേഷൻസ് നമുക്ക് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമായിരിക്കും, പക്ഷേ പരിമിതികളുണ്ട്. അതിനെ ദൈവത്തിനറിയാൻ പറ്റും. ഓടരുത് അമ്മാവ, അറിയാം, ഇത് വെറുതെ വിഷയത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്, വയറ്റിപ്പഴപ്പ് പരിപാടിയാണ്, എനിക്കതിൻ്റെ അകത്ത് റോളില്ലെന്ന് ദൈവത്തെ മനസ്സിലായാൽ പിന്നെ ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെ ലാഗാകും. ഇപ്പോൾ ഉടമ്പടിയെ നിങ്ങൾ ആവശ്യമില്ലാതെ ലാഗാക്കരുത്. അത് വിഷയബന്ധിയോ സീസണബിളോ ആയിട്ട് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തിടുക്കവും അതുപോലെ വരും. മറിച്ച് അത് അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ഫോർമാറ്റിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യാൻ പറയും. എല്ലാം ഇപ്പോൾ കാര്യം ഞാൻ അങ്ങനെ ചെയ്യണതല്ല, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ ചെയ്യണത്. അതെനിക്ക് ആരും ഇപ്പം പുതുതായിട്ട് പറഞ്ഞു തന്നതല്ല. എനിക്ക് പണ്ട് മുതലേ അച്ഛനായ കാലം മുതൽ മനസ്സിലാകുമായിരുന്നു, ഇവിടുത്തെ മെയിൻ എന്ത് കാര്യം ചെയ്താലും അത് ദൈവസ്നേഹമാണ്, അല്ല സഭയെ ഒപ്പിക്കുക എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന സാങ്കേതിക വിഷയങ്ങളാണ്. അതല്ല, സഭയെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം അതിൻ്റെ ബേസിക്കായിട്ടുള്ള ദൈവസ്നേഹമാണ് വരേണ്ടതെന്ന്. അപ്പം